മുനമ്പം സമരപ്പന്തലിൽ ചെന്ന് പിന്തുണ പ്രഖ്യാപിച്ച ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും മുസ്ലിം ലീഗും മുനമ്പത്തെ ജനതയോട് കാണിച്ച വഞ്ചന ജനാധിപത്യത്തോടും മതേതരത്വത്തോടും കാട്ടിയ ഇരട്ടത്താപ്പാണെന്ന് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ. നാരായണൻ. KCBC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും വഖഫ് ബില്ലിനെ എതിർത്ത കേരളത്തിലെ എം.പിമാരുടെ നിലപാട് ഇടത് വലത് മുന്നണി സമവാക്യത്തിൽ കേരള ജനത പൊളിച്ചെഴുത്ത് നടത്താൻ കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം സങ്കുചിത മതചിന്തയോടൊപ്പം ചേർത്ത് നിർത്തുന്നത് ദൂരവ്യാപകമായ ഭവിഷ്യത്തിന് കാരണമാകും. കേരള ജനത നീതിയുടെയും തുല്യതയുടെയും വക്താക്കൾക്കൊപ്പം അണിനിരക്കണം. ചടങ്ങിൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് പി. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ഒട്ടേറെ സുപ്രധാനമായ നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ തനിമയും ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചൊരു ഗവൺമെന്റ് ഇന്ന് നമ്മുടെ പാർലമെന്റിൽ വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുകയാണ്. ഈ വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുമ്പോൾ വളരെ സവിശേഷമായ ഒരു പ്രത്യേകത കേരളത്തിൽ അണിനിരക്കുകയാണ്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 20 പാർലമെന്റ് അംഗങ്ങളിൽ 19 പാർലമെന്റ് അംഗങ്ങളും അവർ സുപ്രധാനമായ നിർധനരായ സാധാരണക്കാരായ മുനമ്പം ജനതയ്ക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഈ നിയമത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയും എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. തയ്യാറായപ്പോൾ ഇവർ രണ്ട് മുന്നണി സംവിധാനങ്ങളും അതിന്റെ കൊല്ലം കുത്തുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ള ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 32 വഖഫ് ബോർഡുകളിലോ 600 ആള് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 40,951 കേസ് ഈ രാജ്യത്ത് നടക്കുമ്പോൾ വഖഫ് ബോർഡിനായിട്ട് കേസ് നടക്കുന്നത്. മുസ്ലിം സഹോദരന്മാർ അടക്കമുള്ളവര് ഈ വഖഫ് ബോർഡിനായിട്ട് എതിരായിട്ട് കേസ് നടത്തുന്ന സാഹചര്യം ഈ രാജ്യത്ത് നടക്കുമ്പോൾ അത് മാറ്റം വരുത്താൻ വേണ്ടി ഈ നരേന്ദ്രമോദി സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ഈ സർക്കാരിനെതിരായിട്ട് ഇടതുപക്ഷ വലതുപക്ഷവും ഇവർ പ്രതികരിക്കുന്ന സാഹചര്യം ഈ രാജ്യത്ത് പ്രമുഖരായി മാത്രം മനസ്സിലാക്കണം.